ഐസ്ക്രീം പാർലർ കേസ് വീണ്ടും സംസ്ഥാനത്ത് വിവാദ കൊടുങ്കാറ്റ് ഉയർത്തുന്ന സാഹചര്യത്തിലാണ് വെളിപ്പെടുത്തലുകളും തുറന്നടിക്കലുമായി രംഗം സജീവമാകുന്നത്. കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധു റൌഫിന്റെ വെളിപ്പെടുത്തലുകൾ വിശ്വാസത്തിലെടുക്കണമെന്നാണ് അന്വേഷി പ്രസിഡന്റ് കെ അജിത പറയുന്നത്. കാരണം കേസ് ഒതുക്കി തീർക്കുവാൻ കുഞ്ഞാലിക്കുട്ടിക്കൊപ്പം തുടക്കം മുതലേ കളിച്ച വ്യക്തിയാണ് റൌഫ്. കേസിൽ കക്ഷി ചേർന്ന തന്നെ റൌഫ് വന്ന് കണ്ടിരുന്നുവെന്നും പ്രശ്നത്തിൽ ഇടപെടാതെ മരവിപ്പിച്ചു നിർത്തിയാൽ എന്തു വേണമെങ്കിലും തരാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും അജിത പറഞ്ഞു. ഞാൻ ആദ്യം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു VM രാധാകൃഷ്ണൻ വന്നിരുന്നു. അതിനുശേഷമാണ് റൌഫ് വന്നത്. അതേ സമയത്ത് തന്നെയാണ്, അയാൾ മന്ത്രിയായിരിക്കുമ്പോൾ തന്നെയാണ് വന്നത്. എന്നിട്ട് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ കേസൊന്ന് മരവിപ്പിച്ച് നിർത്തണം, അല്ലാതെ കേസ് പിൻവലിക്കുകയോ ഒന്നും വേണ്ട, മരവിപ്പിച്ച് നിർത്തിയാൽ, നിങ്ങളതിൽ താല്പര്യം കാണിക്കാതിരുന്നാൽ തന്നെ ഞങ്ങൾക്ക് കേസ് ഞങ്ങൾ എന്തായാലും ജയിക്കും. നിങ്ങൾ ഒരു കാലത്ത് രക്ഷപ്പെടാൻ പോകുന്നില്ല, ഒരു കാലത്ത് നിങ്ങൾ ജയിക്കാൻ പോകുന്നില്ല ഈ കേസിൽ. അതയാൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ്. നിങ്ങൾ എവിടെ പോയാലും ഏത് കോടതിയിൽ പോയാലും ഞങ്ങൾ തന്നെ ജയിക്കുള്ളൂ, അതിൽ നിങ്ങൾക്കൊരു സംശയം വേണ്ട. അതുകൊണ്ട് നിങ്ങളിപ്പോൾ കേസ് മരവിപ്പിച്ച് നിർത്തുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ തോൽക്കുന്നത് ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞു. ഒരു പോരാട്ടത്തിൽ തോൽവി സാധാരണമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ നിലപാട് ഒത്തുതീർപ്പിന് ഞങ്ങളില്ല, ഞങ്ങൾ പരാജയപ്പെടാൻ തയ്യാറാണെന്നുള്ളതാണ്. അതുകൊണ്ട് അത് പ്രശ്നമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്, എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, പറഞ്ഞോളൂ എന്നുള്ള രീതിയിൽ. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും മുൻ മുഖ്യമന്ത്രി നായനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായിരുന്ന P. ശശി ഐസ്ക്രീം കേസ് ഇല്ലാതാക്കുവാൻ ശ്രമിച്ചിരുന്നു. ഇത് തനിക്ക് മാത്രമല്ല പൊതുജനങ്ങൾക്കും അറിയാം. ഒരുപക്ഷെ റൌഫായിരിക്കില്ല P. ശശിയെ സമീപിച്ചിട്ടുണ്ടാവുക. കുഞ്ഞാലിക്കുട്ടി തന്നെ നേരിട്ട് P. ശശിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകാം. ഇത്തരം വസ്തുതകൾ നിലനിൽക്കെ ശശി തെറ്റുകാരനല്ലെന്ന രീതിയിൽ പിണറായി വിജയന്റെ ന്യായീകരണങ്ങളോട് യോജിക്കുവാനാകില്ലെന്നും അജിത പറഞ്ഞു. ശശിയുടെ കാര്യത്തിൽ എന്തുകൊണ്ട് പിണറായി വിജയൻ ഇങ്ങനെ ശശിയെ ഡിഫെൻഡ് ചെയ്യുന്നു? എനിക്ക് വളരെ പ്രതിഷേധമുള്ളൊരു കാര്യമാണ്. എന്തിന്? ശശി കറപ്റ്റ് ആയിരുന്നു എന്നും ശശി നായനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി നിന്നുകൊണ്ട് ഈ കേസ് തകർക്കാൻ വേണ്ടി എല്ലാവിധ ഗൂഢാലോചനയും പങ്കുചേർന്നിട്ടുണ്ടെന്നുള്ള കാര്യം പൊതുജനത്തിന് അരമന രഹസ്യം, അങ്ങാടി പരസ്യം പോലെ വ്യക്തമാണ്. പിന്നെ റൌഫ് കണ്ടിട്ടില്ല എന്ന് പറയുന്നത് റൌഫായിട്ട് ഇയാൾക്ക് ഡീൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവില്ല. ശശി ഒരു പക്ഷേ ഡയറക്റ്റായിട്ട് കുഞ്ഞാലിക്കുട്ടിയായിട്ടായിരിക്കും ഡീൽ ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയുടെ മറ്റു സിൽബന്ധികൾ. അതുകൊണ്ട് ശശി കുറ്റവിമുക്തനാവുന്നില്ല. പെൺവാണിഭ കേസിലെ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാൻ താൻ നടത്തിയ പോരാട്ടത്തിൽ നിരവധി വിഷമം നേരിട്ടിട്ടുണ്ട്. പ്രോസിക്യൂഷൻ തന്നെ അന്യായക്കാർക്ക് എതിരായി എന്ന വൈരുദ്ധ്യം കേസിൽ നടന്നു. കേസിന്റെ പുനരന്വേഷണത്തെ ഉറ്റുനോക്കുകയാണ്. മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ തനിക്ക് വിശ്വാസമാണ്. ലോട്ടറി കേസിൽ എന്ന പോലെ VSന്റെ ശക്തമായ ഇടപെടൽ ഐസ്ക്രീം കേസിലും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. സംസ്ഥാനത്ത് മിടുക്കരായ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ ഉള്ളപ്പോൾ CBIക്ക് കേസ് വിടുന്നതിനോട് വലിയ യോജിപ്പില്ലെന്നും അജിത വ്യക്തമാക്കി. പക്ഷേ ഇത് CBIക്ക് വിടണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഈ പോലീസ് തന്നെ. കാരണം CBI ആണെങ്കിൽ ശരിക്ക് ചില കള്ളക്കളികൾ നമ്മൾ അറിയില്ല എന്നുള്ള പ്രശ്നമുണ്ട്. ഇതാകുമ്പോൾ നമ്മളെ മുന്നിൽ തന്നെ ഉണ്ടാവും. തിരുവനന്തപുരം വരെയല്ലേ പോവുള്ളൂ, അതിൻ്റെ അപ്പുറം പോകില്ലല്ലോ. മറ്റേ ഡൽഹിയിൽ വരെ നമുക്ക് പോകാൻ കഴിയില്ല CBI ആകുമ്പോൾ. അപ്പോൾ ആ തരത്തിൽ ഇപ്പോൾ CB മാത്യൂസ് എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥൻ, എനിക്ക് അദ്ദേഹത്തെ വിശ്വാസമാണ്. കേരള പോലീസിൽ വിശ്വാസമുള്ള, എനിക്ക് ഏറ്റവും വിശ്വാസമുള്ള, നീതിപൂർവ്വം. എന്നോട് എന്തെങ്കിലും ഫേവർ ചെയ്തിട്ടൊന്നുമില്ല, അദ്ദേഹം എന്നോടൊന്നും ഫേവർ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ ഇതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് വെച്ചിട്ട് വളരെ നീതിപൂർവ്വം പെരുമാറിയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണ് CB മാത്യൂസ്. അതുപോലെയുള്ള ഇപ്പം രാജീവൻ, സെൻകുമാർ, ഇങ്ങനെയുള്ള മുത്തുകളായിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ് കേരള പോലീസിനുണ്ട്. അങ്ങനെയുള്ള ഓഫീസേഴ്സിനെ ഇത് ഏൽപ്പിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ തെളിയിക്കാൻ സാധിക്കും. കേസിന്റെ പുനരന്വേഷണവും തുടർന്ന് സർക്കാരിന്റെ നിലപാടുകളും നോക്കിയതിനു ശേഷം കേസിൽ കക്ഷി ചേരുന്നതടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും അജിത വ്യക്തമാക്കി. ക്യാമറമാൻ രാഹുലിനൊപ്പം രാജേഷ് പറമ്പിൽ, സ്പൈഡർ ന്യൂസ്.